ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു അൺബോക്സ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല, പോളിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അത് വെറും ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, ഇത് നമ്മളെ ഓഫീസിൽ മീറ്റിംഗ് ടേബിളിലൊക്കെ വെക്കുന്ന മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്പീക്കറിന്റെ അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോക്ക് മുമ്പ് ആദ്യം പറ്റുക നിങ്ങളുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് ബെല്ലിങ് ആളെ കിട്ടാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ തന്നെ അവസരം വേണ്ടി ലൈക്ക് ചെയ്യുന്ന മറന്നു. ലൈക്ക് തന്നെ കാണുക, ലൈക്ക് ഷെയർ കമന്റ് ആണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തുറക്കുമ്പോൾ ഇതേ കണക്ക് അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ് പോളിയുടെ സ്പീക്കർ ഇരിക്കുന്നത്. ഇനി നമുക്കത് ഓപ്പൺ ആക്കാം. ഇപ്പൊ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ പോളിയുടെ സ്പീക്കറുടെ ഫസ്റ്റിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് സ്പീക്കർ എടുത്തുകൊണ്ട് മാറ്റാം. അതിനുശേഷം ഇതിന്റെ കൂടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയെന്ന് നോക്കാം. നമുക്കിത് ഒന്നും കൂടെ കവറങ്ങ് മാറ്റാം. മാറ്റുന്ന സമയത്ത് പിന്നെ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ടൈപ്പ് സി വിട്ട് USB ഒരു ഫീമെയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് അതിന്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്പീക്കർ ഇതേ കണക്കാണ് ഇരിക്കുന്നത്. ഇതിവിടെ പോളി നല്ല ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോളിയത്തിന്റെ വട്ടം കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ മൈക്കിന്റെ വട്ടം കൊടുത്തിട്ടുണ്ട്, വോളിയം കൂട്ടാനുള്ള വട്ടം കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇതിന്റെ നമ്മളെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇതിലവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലുള്ള നിങ്ങൾ കാണാൻ തന്നെ നല്ല സ്റ്റൈലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കിട്ട് കാണാൻ പറ്റും. അതിനൊക്കെ അതായത് ഷിഫ്റ്റ് ചെയ്ത് അതിനൊക്കെ നമുക്കിത് ഒരു മൊബൈലിൽ മാത്രമല്ല, നമുക്ക് ഒന്നിലധികം മൊബൈൽ, ഞാൻ പറഞ്ഞില്ല മീറ്റിംഗിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നിലധികം മൊബൈലിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് മാറ്റി കൊടുക്കാനുള്ളതാണ്. അതിനൊക്കെ ഇവിടെ ഒരു അതായത് ഇവിടെ ഒരു USB-A, അതിനൊക്കെ USB-C ഒരു USB ഫീമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇവിടെ അതിന്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് ആണ്. അതിനൊക്കെ തന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാലൊന്നും ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ചാർജിങ് കാര്യങ്ങളുടെ ഫസ്റ്റ് ഒറ്റ ചാർജിൽ 20 അവേഴ്സ് കിട്ടുമെന്നാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത്. 50 മീറ്റർ ലെന്തിൽ നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. 50 മീറ്റർ ലെന്ത് വരെ പോയി കഴിഞ്ഞാൽ ഇത് വേറെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ നമ്മളെ സൗണ്ട് ഒന്നും കട്ടാവേ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ സ്പീക്കർ സൈസ് ഒക്കെ വരുന്നത് 50 മില്ലിമീറ്റർ ആണ് ഇതിന്റെ സ്പീക്കർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേ കണക്കിന് IP64 ആണ്, P600 ആണ് ഇത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇതിലുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി പെയർ ചെയ്തൊക്കെ നോക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഓണാക്കാം. അതേ കണക്ക് എന്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു കേബിളിന്റെ കാണാൻ പറ്റും. ഏകദേശം 1 മീറ്റർ നീളം അടുപ്പിച്ചുള്ള, ഇതിപ്പോ ഒരു മീറ്റർ നീളം അടുപ്പിച്ചുള്ള കേബിളാണ്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പം 1 മീറ്റർ നീളം അടുപ്പിച്ചുള്ള കേബിളാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഡയറക്റ്റും ഇതിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ അതിനൊക്കെ സിസ്റ്റത്തിൽ അതായത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ ടൈപ്പ് സി ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സിയിലെ ഡയറക്റ്റ് കേബിൾ ആണെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് കേബിൾ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ കേബിൾ വയർ നമ്മളെ USB-ലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കാം. തന്നെ ടൈപ്പ് സിയുള്ള നമ്മളെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മളെ മൊബൈലിൽ ടൈപ്പ് സി എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ USB വിത്ത് ടൈപ്പ് സിയുള്ള കണക്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിനൊക്കെ മൊബൈലിലോട്ട് ഇതിനൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇതിനൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഇതാണ് ഇതിന്റെ ചാർജിങ് കേബിളും. ഇത് തന്നെയാണ് ഇതിന്റെ ചാർജിങ് കേബിൾ. അതിനൊക്കെ ഇത് നമ്മൾ കറക്റ്റ് അതിനുശേഷം നമുക്ക് ഈ കറക്റ്റ് ഇതിനൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് കറക്റ്റ് റൗണ്ടിൽ വെച്ചിട്ട് ഇതിനൊക്കെ വെച്ചിട്ട് ഇത് ഇവിടെ കാണാം. ഇത് ഇവിടെ വെക്കാനുള്ള ചെറിയൊരു ഗ്രൂ കണക്ക് കൂടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് ഇതിനൊക്കെ വയ്ക്കുക. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകില്ല, വേറെ കട്ടായം ആയി പോകില്ല. അപ്പം ഇത് നമുക്ക് ഇതിന്റെ അകത്ത് വേറെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. അത്ര ക്ലിയർ ആയിട്ടാണ് കമ്പനി ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതൊന്ന് ഓണാക്കി നോക്കിയാൽ ഓണാക്കി ഇവിടെ ഈ സൈഡിലെ ഈ പവർ ബട്ടൺ അപ്പൊ ഓണാക്കാൻ ഈ സൈഡിലെ പവർ ബട്ടൺ ഒന്ന് ഞെക്കി പിടിച്ചാൽ ഇത് ഓണാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ നോക്കാൻ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഓണാക്കുന്ന സമയത്ത് 2 ലൈറ്റ് ഈ സൈഡിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ഈ സൈഡിൽ 2 സൈഡിലും അടിപൊളിയായിട്ട് 2 ലൈറ്റ് ഉണ്ട്. അതാണ് ആ ലൈറ്റ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റ് വേറെ കളറാവും. അതിനെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ വേറെ കളറാവും. അതിനൊക്കെ ഈ ലൈറ്റിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത് കൂടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോ ഞാനിപ്പോ ഈ മൊബൈൽ എടുത്തിട്ട് ഈ മൊബൈലിൽ ഇപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന് ആപ്പും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഞാനിപ്പോ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഞെക്കി പിടിക്കുന്നു. അതായത് ഇവിടെ പോളി ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനിപ്പോ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതിനെങ്കിലും പാട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ കണക്ട് ചെയ്തതിനു ശേഷം നമുക്കിത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ വെച്ചിട്ട് കോൾ ചെയ്യാം. അതിനൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും, സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാനെല്ലാം പറ്റും. അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള സ്പീക്കറാണ്.
ഇനി നമുക്കിതിപ്പം കണക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂടൂത്തിന്റെ ഇതിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇത് കണക്ക് കാണാം, പെയറിംഗ് എന്നും പറഞ്ഞ് ഇത് കണക്ക് ഇതിന്റെ കളർ മാറണ കാണാം. ആ മാറുന്ന സമയത്ത് നമ്മളിവിടെ മൊബൈലിൽ അത് കണക്ക് ആ മാറുന്ന സമയത്ത് നമ്മൾ മൊബൈൽ എടുക്കുക, മൊബൈൽ എടുത്തിട്ട് ഓൺ ആക്കുന്ന സമയത്ത് അതിന്റെ പോളി എന്ന് പറഞ്ഞിവിടെ കാണിക്കും. പോളി നമ്മൾ അതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് പെട്ടെന്ന് തന്നെ ഓട്ടോ കണക്ട് ആവുന്നതാണ്. ഇപ്പൊ ഞാൻ അത് ഓട്ടോ കണക്ട് ഇപ്പൊ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതൊരു പാട്ട് ഇട്ട് നോക്കാം, അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന്റെ കൂടെ തന്നെ ഇത് അടിപൊളി നല്ല രസമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മീറ്റിംഗിലൊക്കെ ഇരിക്കും, അഡീഷണൽ മൊബൈൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ഒന്നിൽ കൂടുതൽ മൊബൈലൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. ഈ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കോൾ എടുക്കാം, അതിനൊക്കെ ഇതിൽ തന്നെ കട്ട് ചെയ്യാം, അതിനൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിനൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ ഒരു മീറ്റിംഗിന് കാര്യത്തിനൊക്കെ വേണ്ടിയുള്ള സ്പീക്കറാണെന്നുള്ളത്. അതിന്റെ വില ഏകദേശം നാട്ടിലെ ഏകദേശം ഒരു 6000-7000 രൂപ അടുപ്പിച്ച് വരും. ഇത്രേ ഉള്ളു സാധനം. പക്ഷെ നാട്ടിൽ നല്ല പ്രൈസുള്ള സാധനമാണെന്ന് വെച്ചാൽ മീറ്റിംഗിലൊക്കെയാണ് ഓഫീസിലേക്ക് മീറ്റിംഗിന് വേണ്ടി മേടിച്ച ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ തോന്നി. അപ്പൊ ഇത്രേ ഉള്ളു പോളിയുടെ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ഇതിന്റെ ഓരോ ഈ കാണുന്ന കളർ ഇത് കണക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പാട്ട് കേൾക്കുമ്പോഴും എല്ലാവരും ആ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ കാണാൻ നല്ല രസമാണ് സംഭവം. അങ്ങനത്തെ അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ പോളിയുടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനൊക്കെ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ ചെയ്തു പോകാനുള്ള പ്രചോദനം. അപ്പൊ നല്ല വർക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.